ഹലോ, നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഓഗസ്റ്റ് 11 സമയം രാവിലെ 7 മണിയായിട്ടുണ്ട്. നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് ഒരു കാഴ്ച കണ്ട. ഏകദേശം 100-ൽ കൂടുതൽ വള്ളക്കാര് കരയ്ക്ക് അടുപ്പിച്ച് വെച്ചിട്ട് അവരുടെ മീനുകളൊക്കെ കൊടുക്കുന്നുണ്ട്. എല്ലാം തട്ടുപടിക്കാരാണ്. ഈ കാണുന്നത് പോലെ ഏകദേശം 20-ൽ കൂടുതൽ വള്ളക്കാർ വെയിറ്റിംഗ് ആണ്. ഇത് നമ്മുടെ പ്രധാന ഭാഗമാണ്. നമ്മുടെ വിഴിഞ്ഞം വിഷ്ലാൻഡിന്റെ റൈറ്റ് സൈഡ് പ്രധാന ഭാഗമാണ്. ലേലം നടക്കുന്ന പരിസരമാണ്. അപ്പൊ എന്തൊക്കെ മീനാണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാമേ. അപ്പൊ ഇത് റൈറ്റ് സൈഡും ഈ കാണുന്ന നമ്മുടെ ലെഫ്റ്റ് സൈഡും ഉണ്ടാകും. ഈ ലെഫ്റ്റ് സൈഡും അതേപോലെയുള്ള ഒരു അന്തരീക്ഷം തന്നെയാണ്. ഓഗസ്റ്റ് 11 രാവിലെ 7 മണിക്കുള്ള ഒരു കാഴ്ചയാണ്. ഇവിടെ ഏകദേശം ഒരു 50-ൽ കൂടുതൽ വള്ളക്കാർ കരയ്ക്ക് അടുപ്പിച്ചിട്ടുണ്ട്. ഒരു 10-15 വള്ളക്കാർ വെയിറ്റിംഗ് ആണ്. ഏതെങ്കിലും വള്ളക്കാർ അവരുടെ മീനൊക്കെ ലേലത്തിൽ കൊടുത്ത് തള്ളി വിട്ടതിന് ശേഷം ഈ വള്ളക്കാർ കൊണ്ട് അടുപ്പിക്കാനായിട്ട് വെയിറ്റിംഗ് ആണ്. അപ്പൊ ഇതൊക്കെ എന്നും കാണുന്ന ഒരു കാഴ്ചയല്ല കേട്ടോ, അപൂർവമായിട്ടുള്ള ഒരു കാഴ്ചയാണ്. കാരണം സീസൺ തുടങ്ങി 2 മാസവും 11 ദിവസമായിട്ടുണ്ട്. ഇന്നത്തെ ഏകദേശം ഇതുപോലുള്ള ഒരു അന്തരീക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു 2.5 മാസത്തിൽ ഏകദേശം ഒരു 10-15 ദിവസം മാത്രമാണ് ഇങ്ങനെ ഉള്ള ഒരു അന്തരീക്ഷം നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് ഈ സീസണിൽ സംഭവിച്ചിട്ടുള്ളത്. ഏതായാലും വള്ളങ്ങൾ അടുത്ത് പോയിട്ട് ജസ്റ്റ് നമുക്ക് അവരുടെ മീനോ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ട് വരാമേ. ഒരു വള്ളം തള്ളി വിട്ടതിന് ശേഷം അടുത്ത വള്ളം കൊണ്ട് അടുപ്പിക്കാൻ പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മുടെ കൂട്ടുകാർ കാണുന്നത്. നെത്തോലി മീനുകളാണ് കേട്ടോ. നെത്തോലി ഉള്ളവർക്ക് നെത്തോലി ഉണ്ട്, അതുപോലെ കണവയും കുറച്ച് കണവ ഇതുണ്ട്. അപ്പൊ ഇന്നലെ ഓഗസ്റ്റ് 10 വൈകുന്നേരമുള്ള ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ സമയം എന്തൊക്കെ മീനാണ് നമ്മുടെ കൂട്ടുകാർ കണ്ടു കാണും. കണവയാണ് ഇന്നലെ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത്. അതുപോലെ തമിഴ്നാട് വള്ളക്കാർക്ക്, നമ്മുടെ വിഴിഞ്ഞം വള്ളക്കാർക്ക് ഓരോ വെട്ടിയിൽ വീതം നവര മീനും ഉണ്ടായിരുന്നു കേട്ടോ. നെത്തോലി മീൻ തന്നെയാണ് കൂടുതൽ. കണവയില്ലേ 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 കണവയില്ല കണവയില്ല നെത്തോലികൾ മാത്രമാണ്. ഇതെങ്ങനെ ലേലം ചെയ്താണോ കൊടുക്കുന്നത്? ലേലം ചെയ്തതിന് എത്ര പോകുന്നെന്ന് പറയുന്നു? 1300, 1400 അങ്ങനെയൊക്കെ പോകുന്നതാണ് പറയുന്നത്. അതായത് കടപ്പുറ റേറ്റുകളാണ് കേട്ടോ. ഈ കാണുന്ന തട്ടുപടിക്കാർക്ക് മുഴുവനും നെത്തോലി മീൻ തന്നെയാണ് കൂടുതൽ. അപ്പോൾ കുറച്ചുകൂടെ കഴിഞ്ഞാൽ പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ വില കുറയാണെങ്കിൽ ഇനി കമ്പനിക്കാർക്കായിരിക്കും ഇവർ അളന്നു കൊടുക്കുന്നത് കുട്ടയ്ക്ക്. ഇപ്പോൾ ലേല വിളിച്ചാണ് കൊടുക്കുന്നത്. അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത്. എച്ചവലയ്ക്ക് വാളയുണ്ട് കേട്ടോ. ഈ കാണുന്ന ഏറ്റിനമേ എച്ചവലയാണ്. അവർക്ക് വാളമീനുണ്ട് കേട്ടോ. വലിയ സൈസ് വാള തന്നെയാണ്. 10-15 വീതമാണ് ലേലത്തിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. വാളമീനാണ് കൊണ്ടുവന്നത്. വാള 30,000 രൂപ. 3000 ആർക്കെങ്കിലും കുട്ടിയുണ്ടോ? 2500 మరే తప్పుడు നമ്മൾ ഈ കാണുന്ന കാഴ്ചകള് ഓഗസ്റ്റ് 11 ഉള്ള ഒരു കാഴ്ചകളാണ്. അപ്പൊ വേറൊരു കാര്യം പറയാനുള്ളത്, നെത്തോലി മീനുകൾക്ക് മാത്രം തന്നെയാണ് അല്പ വില കുറവുള്ളത്. ബാക്കി എല്ലാ മീനുകൾക്കും അതിൻ്റെതായ റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ എല്ലാ വള്ളക്കാർക്കും കണവയും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല. ചില വള്ളക്കാർക്ക് മാത്രമേ കണവയുള്ളൂ കേട്ടോ. പ്രധാനമായിട്ട് നെത്തോലി മീൻ തന്നെയാണ്. എച്ചവലയ്ക്ക് വാള മീനൊക്കെ ഉണ്ട് കേട്ടോ. ഓഗസ്റ്റ് 11 രാവിലെ 7 മണിക്ക് ശേഷമുള്ള ഒരു കാഴ്ചയാണ് നമ്മുടെ വീട്ടുകാരൊക്കെ കണ്ടത്. ഇനിയും പറയാൻ പറ്റത്തില്ല. കണ വള്ളക്കാരൊക്കെ ഒരുപാട് പോയിട്ടുണ്ട്. ഇന്നലെയൊക്കെ തോണ്ടിക്കണ ഉള്ളത് കാരണം
ഒരുപാട് വള്ളക്കാർ തോണ്ടിക്കണവയ്ക്കൊക്കെ പോയിട്ടുണ്ട്. ഇനിയും പറയാൻ പറ്റത്തില്ല, ഒരു 10-11 മണിയൊക്കെ ആകുമ്പോഴേ ചിലപ്പോൾ നവര മീനൊക്കെ വരാനായിട്ട് സാധ്യത കൂടുതലാണ്.